ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല വറുത്തരച്ച അരപ്പ് ചേർത്ത് തിരണ്ടിക്കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു സൈസിലുള്ള തിരണ്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ നന്നായിട്ട് വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഈ ഒരു സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. തേങ്ങ വറുക്കാനായിട്ട് ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് 1.5 കപ്പ് തേങ്ങ ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി എടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി എടുക്കേണ്ടതാണ്. തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കും സ്റ്റൗ ഓഫ് ചെയ്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ചധികം കറിവേപ്പിലയാണ്. കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർക്കാം. ചെറിയ ഉള്ളി ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 വലിയ പച്ചമുളകാണ് ചേർക്കേണ്ടത്. ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പാകത്തിന് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൽ ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നമ്മുടെ തേങ്ങാക്കൂട്ടിലേക്ക് ചേർത്ത് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നമുക്കതൊന്ന് അരച്ചെടുക്കാം. അരപ്പ് ഇങ്ങനെയാണ് അരച്ചെടുക്കുന്നതെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടുന്നതാണ്. നല്ല മഷിയായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് നമുക്കിനി ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള 1 കപ്പ് വെള്ളമാണ് നമുക്കിനി ചേർക്കേണ്ടത്. വെള്ളം ചേർത്ത് നന്നായി തിളച്ച് തുടങ്ങുമ്പോൾ ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കണം. ഉപ്പ് കറക്റ്റാക്കിയതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി തിളച്ച് വരുന്ന അരപ്പിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കൊന്ന് കറി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എപ്പോഴും നമ്മളിങ്ങനെ ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. തിളച്ച് വരുന്ന അരപ്പ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നന്നായി ഒന്ന് വെന്ത് കുറുകി വരുന്ന മീൻ കറിയിലേക്ക് നമുക്കിനി ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച തിരണ്ടി മീൻ കറി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്